ഹലോ, ഒരു സന്തോഷ വാർത്തയുണ്ടേ. ഇത് നമ്മുടെ അഡീനിയം കളക്ഷനിൽ ഒരു 22 സുന്ദരിമാരെ കൂടി ഒന്ന് അടിയിലിരിക്കുക. ഇത് ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പലതും എൻ്റെ ഇപ്പോൾ ഇല്ലാത്തതാണ്, ചിലതൊക്കെ എൻ്റെ നേരത്തെ ഉണ്ടായിട്ട് നശിച്ചു പോയതാണ്. അപ്പോൾ ഈ സുന്ദരിമാരെ വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ അവിടുത്തെ എൻ്റെ ഈ പർച്ചേസിങ് ഉണ്ടല്ലോ, പർച്ചേസിങ് ചെറിയൊരു വീഡിയോ ക്ലിപ്പാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ട് ഓരോ ചെടികളായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് RV അഡീനിയംസിലാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വെറൈറ്റീസ് ഇല്ലാത്തത് നോക്കിയിട്ട് കളക്ട് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ പരിപാടിയിലാട്ടോ. ഏതാ എടുക്കാമെന്ന് കൺഫ്യൂഷൻ കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഒന്നുമില്ല കേട്ടോ എടുക്കാൻ, അതുകൊണ്ട്. അപ്പോൾ വീഡിയോയുടെ നീളം ഒത്തിരി കൂടി പോകാതിരിക്കാൻ വേണ്ടി ഞാനതൊന്ന് സ്പീഡിൽ കാണിക്കാം കേട്ടോ. കാണിച്ചിട്ട് വീട്ടിലെത്തിച്ചതിന് ശേഷം ഓരോ ചെടിയും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. അപ്പോൾ അതെ, കുറേ നടന്നു തിരിഞ്ഞിട്ട് ഇത്രയും ചെടികൾ അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇതിൽ പലതും എൻ്റെ ഇല്ലാത്ത സാധനങ്ങളാട്ടോ. ഇതൊക്കെ എല്ലാം പുതിയ പുതിയ വെറൈറ്റീസാണ്. എന്തായാലും ശരിക്കും എക്സോസ്റ്റഡ് ആയിട്ടോ, കാറിലേക്ക് കയറ്റേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഒരു കാറിൽ കൊള്ളാവുന്ന മൊത്തം എടുത്തിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ആ ചെടികൾ. കുറച്ചെണ്ണം വാങ്ങുന്ന മൊത്തം അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ അതിന് ശേഷം കളക്ട് ചെയ്തതാണ്. ഒരു 3 എണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തു കേട്ടോ. മൊത്തം 25 അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില ഞാൻ ഏകദേശം വിലയൊക്കെ അവിടെ വെച്ച് പറഞ്ഞിട്ടായിരുന്നു, സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ. ഇതിൻ്റെ ഒന്നും വില എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എടുത്തതാണ്. എന്നോട് അവരധികം കാശൊന്നും മേടിച്ചിട്ടില്ല. അറിയാലോ, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പല യൂട്യൂബേഴ്സും പറയുന്ന പോലെ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ ഞാൻ പറയില്ല. മിക്കവാറും എല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയതാണ്. എന്തായാലും ഞാനിതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവർ പറഞ്ഞത് കാശൊന്നും വേണ്ട കൊണ്ടുപോകുന്നു. അടിപൊളിയല്ലേ? ബാ വേറൊന്നായിട്ട് പരിചയപ്പെടാം. ഇങ്ങറ്റം ഇതിനൊക്കെ ഉണ്ടോ? എന്ത് രസമുള്ള സുന്ദരിയാന്ന് നോക്കിയേ. ഇതിൽ വേറൊരു ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ലെയറായിട്ട് നിൽക്കുന്നത് അടിപൊളി സാധനമാണ്. ഇത് ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റി. എനിക്ക് സിംഗിൾ പെറ്റലിനുള്ള ഇഷ്ടം കുറച്ച് കൂടുതലാട്ടോ, കാരണം സിംഗിൾ പെറ്റൽ വെറൈറ്റി പൂക്കളായിരിക്കും, കുറച്ചധികം പൂക്കുകയും ചെയ്യും. ഇതൊരു സിംഗിൾ പെറ്റലാണ്, യെല്ലോ സിംഗിൾ പെറ്റൽ റൗണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാർ ഷേപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ഇല്ലാത്തതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് അവിടെ കണ്ടതിൽ. ഇതിപ്പോൾ കളറൊന്നും മാറിയതാണ്, ശരിക്കും നല്ല ഓറഞ്ച്, ശരിക്കും ഒരു സൺസെറ്റ്, ഒരു സൂര്യാസ്തമന സമയത്തുള്ള കളറുണ്ടല്ലോ, അത്രയും കളേഴ്സൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. കുറേ മൊട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കാം. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തൊരു ചെടിയാണ്. കാറിൽ കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പൂക്കളെല്ലാം ഇളകിപ്പോയി. ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. സിംഗിൾ പെറ്റലാണ്, പക്ഷേ ഒരു ഡിഫറെൻ്റ് ടൈപ്പാണ് എൻ്റെ ഷേപ്പ്. കണ്ടല്ലേ? യെസ്. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, കാണിച്ചില്ലല്ലോ. ഇത് കണ്ടോ, വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു കളറാണ്. ഈ കാണുന്നത് ചെറിയ ചെടിയാണ്. ഞാൻ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത്തവണ ഞാൻ അധികവും കളക്ട് ചെയ്തപ്പോൾ അത്യാവശ്യം കോഡാക്സ് ഉള്ള ചെടികൾ എടുത്താട്ടോ. ചെറിയ ചെടികൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ചെടിയാണ്. അത് ഞാൻ കിടക്കയിലായിരുന്ന സമയത്ത് ചീത്തയായി പോയി, കോഡാക്സ് പോയിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്ലാന്റ് എടുത്തത് കേട്ടോ. ഇത് വേറൊരു സിംഗിൾ പെറ്റലാണ്, നല്ല വെറൈറ്റി ആട്ടോ. ഒരുപാട് പൂക്കും ഇതിൽ, കണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഡക്സൊക്കെയാണ്. ഇതും അതെ, ചെറിയ പ്ലാന്റാണ്, പക്ഷെ അതിൻ്റെ ഭംഗി കൊണ്ട് എടുത്തതാണ്. വൈകുന്നേരം ആയപ്പോൾ നിറമൊക്കെ ഒന്ന് ഭംഗി കിട്ടോ. സൺലൈറ്റിൽ നല്ല കളറുണ്ടായിരുന്നു ഇതിനൊക്കെ. ഇതാണ് പ്ലാന്റ്. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് കേട്ടോ. സിംഗിൾ പെറ്റലാണ്, പക്ഷെ എന്ത് റെഡാന്ന് നോക്കിക്കേ. ഇതിലൊരു കിടിലൻ കളക്ഷൻ അവിടെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. താല്പര്യമുള്ളവർ വാങ്ങിക്കോളൂ കേട്ടോ. അത് ഇത് കണ്ടോ, നല്ല വെറൈറ്റിയാണ്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വൈഫിന് ലേഖയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ. നല്ല പൂക്കളാണ് കണ്ടോ. പിങ്കും യെല്ലോയും ഒക്കെ ചേർന്നൊരു കോമ്പിനേഷനാണ്. ഇനിയും കോഡക്സ് അത്യാവശ്യം വലുതാണ്. ഒരു പൂവ് ഞാൻ കൊണ്ടുവരുന്ന വഴിക്ക് വീണ് പോയിട്ടോ. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും വാവ് എന്ന് പറയുന്നൊരു ചെടിയായിരിക്കും. എങ്ങനെയുണ്ട്?
പിങ്കാണ്, മൾട്ടി പെറ്റലാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഇങ്ങനെ കൂർത്ത എൻഡുള്ളതാണ്. അത്യാവശ്യം മെച്ചോർഡ് പ്ലാന്റുമാണ് കേട്ടോ. യെസ്. ഇനി ഇതൊരു യെല്ലോ വെറൈറ്റിയാണ്. ഇങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. യെല്ലോ മൾട്ടിപ്പെറ്റലാണ്, പക്ഷേ അതിൻ്റെ പൂവിൻ്റെ ഷേപ്പ് കണ്ടോ, ഇപ്പോൾ ആ കണ്ട പോലെ വേറൊരു ഷേപ്പ്, ഏതാണ്ട് ഫെദർ പോലെയൊക്കെ ഉണ്ട്. എൻ്റെ അഗ്രഹമൊക്കെ ഒന്ന് കൂർത്തിട്ട്, അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്ന വേറൊരു സിംഗിൾ പെറ്റലാണ്, യെല്ലോ സിംഗിൾ പെറ്റൽ. ഇതിൻ്റെ സ്റ്റാർ ഷേപ്പിലുള്ള എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്റ്റാർ ഷേപ്പ് അല്ല, റൗണ്ട് ഷേപ്പാണ്. ഇത് കണ്ടോ, എല്ലാം ചെറിയ 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 വെറൈറ്റീസ് അല്ല പൂക്കൾ കണ്ടോ. അതൊരെണ്ണം. അടിപൊളിയായിട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആട്ടോ. അതുപോലെ തന്നെ വേറൊരാളാണ് ഈ ഇരിക്കുന്നത്. നല്ല സുന്ദരിയാ, ചെറിയ പൂക്കളാണ്, പക്ഷേ ആ ഷേപ്പ് കണ്ടോ, ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് പൂക്കും, അതതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് ചെറിയ ചെടിയാണ്. ഇതെൻ്റെ കയ്യിലുണ്ട് താനും ഈ കളറ്. ഏതാണ്ട് അടുത്തൊരു കളറുണ്ട്, പക്ഷെ എടുക്കാനുള്ള കാരണം ഈ നിൽക്കുന്ന അത്രയും ഒരു പൂവാട്ടോ. അതിൻ്റെ അത്രയും വലിയ പൂവാണ്, ഒറ്റ പൂവാണ് ഈ നിൽക്കുന്നത് കണ്ടോ. യെല്ലോ ആണെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇഷ്ടമായിട്ട് എടുത്തതാണ് ഈ ചെടിയെ. നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഇത് ഇവളാണ്. ഇവളെക്കുറിച്ചൊരു പ്രത്യേക കാര്യം പറയാനുള്ള വെച്ചാൽ, ഞാൻ വളരെ ഫേവറേറ്റായിട്ട് കൊണ്ടു നടന്ന ഒരു അഡീനിയമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയി. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ചാടി പിടിച്ചെടുത്തു. ഏറ്റവും ആദ്യം തന്നെ കളക്ട് ചെയ്തു. കോഡക്സ് കണ്ടോ, അത്യാവശ്യം വലിയ കോഡക്സാണ്. അതവർ പ്രൂൺ ചെയ്ത് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, ഒക്കെ വീണൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കണ്ടോ. ഞാൻ കാറിൽ കയറ്റി കൊണ്ടുവന്നപ്പോഴേ ഇത് വീണ്ടിരിക്കുന്നുണ്ട്. ഇത് വീണു കണ്ടോ, കുറേ പൂക്കളുണ്ടായിരുന്നോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഒരു സ്റ്റാർ പോലെ തന്നെ ഉണ്ട്, പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റാർ. ഇഷ്ടമായി തന്നെ കരുതണം. ഇരുന്നോട്ടെ. ഇത് വൈറ്റാണ്. വൈറ്റും എൻ്റെ കയ്യിൽ ഉള്ളതാണ്, പക്ഷേ ഈ വൈറ്റ് ഒരു പ്യുവർ വൈറ്റാണ്. എൻ്റെ കയ്യിലുള്ള വൈറ്റിന് അകത്തൊരു പിങ്ക് ഷെയ്ഡും കൂടെ വരും. വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കണ്ടോ. ഉള്ളിലേക്ക് നോക്കിയാൽ നല്ല പ്യുവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറ്റ് മേടിച്ചത് കേട്ടോ. അത്യാവശ്യം മെച്ചൂർഡ് പ്ലാന്റ് ആണ്. ഇവിടെ ഒരെണ്ണം റിപ്പീറ്റ് അടിച്ച് പോയി കേട്ടോ. 2 പ്രാവശ്യം എടുത്ത് ഒരെണ്ണം തിരിച്ചു വെക്കാൻ ഞാൻ മറന്നുപോയി. ഇതേ കണ്ടോ, ആ നമ്മൾ നേരത്തെ കാണിച്ച യെല്ലോ തന്നെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതും റിപ്പീറ്റ് ആയതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ എഡ്ജിലൊക്കെ നല്ല ബ്രൗൺ കളർ, അല്ല ശരിക്കും ഒരു ബ്ലാക്ക് കളർ പോലെ തന്നെ ഉണ്ട് അല്ലേ. അത്രയും ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള സിംഗിൾ പെറ്റലാണ്. ഇതിൻ്റെ ഈ ഇലയ്ക്കൊക്കെ വെരിഗേഷൻ വരുന്നുണ്ട് കണ്ടോ. ഇവിടെ വെരിഗേഷൻ ഉണ്ട്, ഇവിടെയൊക്കെ വെരിഗേഷൻ വരുന്നുണ്ട്. ഇനി വെരിഗേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുണ്ട് പൂവ്. അപ്പോൾ അതൊരെണ്ണം. ഇനി നമ്മുടെ ഫൈനൽ അത്യാവശ്യം നല്ല കോഡക്സ് ഉള്ളൊരു പ്ലാന്റാണ് കണ്ടല്ലോ, വലിയ കോഡക്സാണ്. ഇതും ഒരു സിംഗിൾ പെറ്റലാണ്. ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരെണ്ണമുണ്ട്, പക്ഷേ പ്ലാന്റിൻ്റെ സൈസും ഈ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒരെണ്ണം കൂടെ മേടിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഡീനിയം കളക്ഷനിലെ 22 പുതിയ സുന്ദരിമാർ. അപ്പോൾ ഇനി ശരിക്കുള്ള ടാസ്ക് എന്താ വെച്ചാൽ, ഇതിന് മൊത്തം ചട്ടികൾ വാങ്ങുക, മണലൊപ്പിക്കുക, പൊട്ടി മിക്സ് ഉണ്ടാക്കുക. അതിപ്പോഴും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മെല്ലെ മെല്ലെ എല്ലാം ചെയ്യാനുള്ള പരിപാടിയിലാണ്. തൽക്കാലം എല്ലാം നേരെ കയറ്റി ടെറസിൻ്റെ മേലിൽ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ചെടികൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ RV അഡീനിയംസിനെ അപ്രോച്ച് ചെയ്യാം. ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പുതിയ കളക്ഷൻ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഈ അഡീനിയം കളക്ഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.